ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ്. ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. റിഫ്രാക്ഷൻ നടക്കുക എവിടെയാണ്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഒന്നില്ലെങ്കിൽ ലൈറ്റ് റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഡെൻസർ മീഡിയത്തിലെ ലൈറ്റ് റയർ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പൊ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡിഫറൻസ് അല്ലെ, അപ്പോഴാണ് ലൈറ്റിന്റെ പാത്തിൽ ഒരു ബെൻഡിങ് ഉണ്ടാവുക. അതാണ് റിഫ്രാക്ഷൻ എന്ന് നമുക്കറിയാം. അപ്പൊ ഒരു സ്ഫെറിക്കൽ സർഫസ് ആണത്. ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റ് കടത്തിവിടുന്ന സർഫസ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് N2 എന്ന് വിളിക്കാം. ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഈ മീഡിയത്തിൽ നിന്നാണ്. അത് എയർ ആയിരിക്കാം, ഏതൊരു മീഡിയം. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് N1 എന്ന് വിളിക്കാം. എയർ ആണെങ്കിൽ നമുക്ക് അതിന് 1 കൊടുക്കാം, ഇതിന് N കൊടുക്കാം, N2 പകരം N കൊടുക്കാം. തൽക്കാലം നമുക്ക് N2 N1 എന്ന് വിളിക്കാം അല്ലേ. അപ്പൊ ഈ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യാണ്, ഈ സർഫസിന്റെ മുകളിൽ ഇൻസിഡന്റ് ചെയ്യണം അല്ലെ. ആ ലൈറ്റ് എന്ത് ചെയ്യും? നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. ഇതാണ് നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അതിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. അപ്പൊ അത് ഡെൻസർ മീഡിയത്തിലേക്കായിരിക്കും കടന്നിട്ടുണ്ടാവുക. എന്നിട്ട് അത് വന്നിട്ട് ഇവിടെ ഈ പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഈ ഒരു സർഫസിലൂടെ അല്ലെ ലൈറ്റ് പാസ് ചെയ്യുമ്പോ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. ഇത് നോർമലാണ്. നോർമൽ വന്ന് ഈ ആക്സിസിനെ നമുക്കറിയാം പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെ. അതിന്റെ മുകളിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ് നമ്മൾ പറയാൻ അല്ലെ, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ R, ഇവിടുന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് U, ഇവിടുന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് V. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു, MN എന്ന് വിളിക്കാം അല്ലേ. ഈ ആംഗിളിന്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡ് ആണത് അല്ലെ. അതിനെ ആർക്ക് ലെങ്ത് ആയിട്ടും വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പൊ നമുക്ക് ഇത് ആൽഫ എന്ന് ഞാൻ കൊടുത്തു ഈ ആംഗിളില് അല്ലെ. ഈ ആർക്ക് ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന് ആൽഫ എന്ന് കൊടുത്തു. ഒബ്ജക്റ്റിന്റെ പോയിന്റിൽ ഇവിടുത്തെ ആംഗിളിൽ ഞാൻ ഗാമ എന്ന് കൊടുത്തു, ഇതിന് ബീറ്റ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോ ഈ ആംഗിൾ എന്താ? ഇൻസിഡന്റ് നോർമലിനോട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് I, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ എന്താ? റിഫ്രാക്റ്റഡ് റേ നോർമലിനോട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഇത് നോർമൽ ആണ് അല്ലെ, അതിനോട് ഉണ്ടാക്കുന്നതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഡയഗ്രാമിൽ വരച്ചിട്ടുള്ള ഓരോ ടേംസും. അതൊന്ന് കൃത്യമായി നോക്കാം. നോക്കിയിട്ടുണ്ടാവൂലേ? ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? റിഫ്രാക്ഷൻ നടന്നാൽ അവിടെ എന്തോ ഒബേഡ് ആയിരിക്കണം? ലോ ഓഫ് റിഫ്രാക്ഷൻ. sin I by sin R is equal to N2 by N1. ആരുടെ ലോ ആണ്? സ്നെൽസ് ലോ അല്ലെ. അപ്പൊ സ്നെൽസ് ലോ ഇവിടെ ഒബേഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്നെൽസ് ലോ അനുസരിച്ച് അവിടെ എന്ത് നടന്നിട്ടുണ്ടാവുള്ളൂ? റിഫ്രാക്ഷൻ നടന്നിട്ടുണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, ഇതിനെ ഞാൻ എന്താ sin I by sin R I by R എടുക്കാൻ കാരണം അല്ലേ, ഒരു ഇത്ര പോകുന്ന ചെറിയൊരു സർഫസ് ആണത്. നമ്മളിങ്ങനെ വലുതാക്കി വരച്ചെങ്കിലും ഒരു ചെറിയ ഗ്ലാസ് സർഫസ് ആണ്. അപ്പൊ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് സ്മോൾ ആംഗിൾ ആണ്. ഈ ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് സ്മോൾ ആംഗിൾ ആണ്. സ്മോൾ ആംഗിൾ ആണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ സൈൻ ഐന്റെ വാല്യൂ ഐക്ക് ഈക്വൽ ആവും, സൈൻ ആറിന്റെ വാല്യൂ ആറിന് ഈക്വൽ ആവും. ഇപ്പൊ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു I by R is equal to N2 by N1. ക്ലിയർ അല്ലേ? ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. N1I is equal to N2R. N1I is equal to N2R. അതാണ് ഞാൻ എഴുതിയത് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1. ഇനി ആൽഫ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസോ ടാൻ തീറ്റയോ എന്തെടുത്താലും ആൽഫേന്റെ വാല്യൂ എന്താ കിട്ടുക? MN by U. അതുമാതിരി ഗാമയുടെ വാല്യൂ എന്താ കിട്ടുക? MN by R. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. ആൽഫ ഇസ് ഈക്വൽ ടു MN by U, ഗാമ ഇസ് ഈക്വൽ ടു MN by R. സിമിലർലി ബീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്ന ആർക്ക് ഇതാണ്, MN by V അല്ലേ. അപ്പൊ ആൽഫയുടെ വാല്യൂ നമുക്കറിയാം, ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം, ഗാമയുടെ വാല്യൂ നമുക്കറിയാം. ഇനി അത് ഈ ഇക്വേഷനിൽ ഒന്ന് എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. ട്രയാങ്കിൾ OMC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് I അല്ലെ. നമുക്കറിയാം I എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവും? എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. I is equal to ആൽഫ പ്ലസ് ഗാമ, ആൽഫ പ്ലസ് ഗാമ. ആൽഫയുടെ വാല്യൂ MN by U, ഗാമയുടെ വാല്യൂ MN by R. അപ്പൊ MN കോമൺ ആയി പുറത്തേക്ക് എടുക്കാം, MN into 1 by U plus 1 by R അല്ലേ. അടുത്തത് ഇതേമാതിരി ട്രയാങ്കിൾ MCI എടുക്കുക. അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഗാമ,
ഗാമ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ബീറ്റ. ഗാമ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ബീറ്റ അല്ലേ? ഐയുടെ വാല്യൂ നമ്മൾ അടുത്ത മുന്നത്തെ ട്രയാങ്കിളിൽ കണ്ട മാതിരി ആറിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഗാമ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ബീറ്റ. ഓക്കെ, ഗാമ എക്സ്റ്റീരിയർ ആംഗിൾ ഈ ട്രയാങ്കിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ ഗാമ, ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആറും ബീറ്റയും. അപ്പൊ ആറല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു ഗാമ മൈനസ് ബീറ്റ. ഗാമ ഇസ് ഈക്വൽ ടു എം എൻ ബൈ ആർ, ബീറ്റ ഇസ് ഈക്വൽ ടു എം എൻ ബൈ വി. അപ്പൊ നമുക്ക് തോന്നിച്ച എങ്ങനെ എം എൻ പുറത്തേക്ക് എടുത്താൽ എം എൻ ഇൻറ്റു 1 ബൈ ആർ മൈനസ് 1 ബൈ വി, 1 ബൈ ആർ മൈനസ് 1 ബൈ വി അല്ലേ? അപ്പൊ നമുക്ക് ഈ രണ്ട് വാല്യൂസിനെ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ ഐയിലെ ഈ വാല്യൂന്റെ ഉള്ളിലേക്ക് n1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഒരു n1 ഉണ്ടാവും അല്ലെ? അതേമാതിരി ആറിന്റെ ഈ വാല്യൂനെ n2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു n2 ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? mn n1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു n1 ബൈ യു പ്ലസ് n1 ബൈ ആർ ഇസ് ഈക്വൽ ടു mn ഇൻറ്റു n2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇത്. അപ്പോ n2 ബൈ ആർ മൈനസ് n2 ബൈ വി, n2 ബൈ ആർ മൈനസ് n2 ബൈ വി. mn വെട്ടിപ്പോയി, ഇല്ല. അപ്പൊ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? അത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഈ ആറിന്റെ ടേംസിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ n1 ബൈ ആർ പുറത്തേക്ക് വന്ന n2 ബൈ ആർ ഇവിടെ ഉണ്ട്, ഇത് ഇങ്ങോട്ട് പോകുമ്പോ മൈനസ് ആവും. ഈ വീനെ അങ്ങോട്ട് കൊണ്ടുപോവാം, ആറിന്റെ അടുത്ത് നിന്ന് മാറ്റാം. അപ്പൊ ഇതെന്താ ചെയ്യാ? ഇത് ഇവിടേക്ക് പോകുമ്പോ പ്ലസ് ആവും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടുന്ന് ഇങ്ങോട്ട് പോയ വി n2 ബൈ വി പ്ലസ് ആയില്ലേ, മൈനസ് പ്ലസ് ആയി n2 ബൈ വി. പിന്നെ ഇവിടെ ഉള്ളത് ആരാ? n1 ബൈ യു, അത് ഇവിടെ തന്നെ ഉണ്ട്, പ്ലസ് n1 ബൈ യു ഇസ് ഈക്വൽ ടു n2 ബൈ ആർ ഇവിടെ ഉണ്ട്, ഇനി n1 ബൈ ആറിനെ കൊണ്ടുവന്നാൽ മൈനസ് n1 ബൈ ആർ ഇവിടെ ഉണ്ട്. അപ്പൊ n2 മൈനസ് n1 ബൈ ആർ, ആ വാല്യൂ ഇക്വേഷൻ 2 കൊടുത്തു. ഇനി സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഈ റൈറ്റ് സൈഡിലേക്കുള്ള ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള മെഷർമെന്റ്സ് ഒക്കെ പോസിറ്റീവും ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവുമാണ്. അപ്പൊ ആറ് പോസിറ്റീവാണ്, വി പോസിറ്റീവാണ്, യു നെഗറ്റീവാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇത് ഇവിടെ എടുത്ത് എഴുതാം. വി ആൻഡ് ആർ ആർ പോസിറ്റീവ് ആൻഡ് യു ഇസ് നെഗറ്റീവ് അല്ലെ? അപ്പൊ ഇവിടെ യുവിന് മാത്രം നെഗറ്റീവ് കൊടുത്ത ഈ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈഡ് ആവും? n2 ബൈ വി മൈനസ് n1 ബൈ യു ഇസ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആർ. ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് സ്ഫെറിക്കൽ ലെൻസസിന്റെ ഇമേജ് ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ഫെറിക്കൽ ലെൻസിന്റെ ഇമേജ് ഫോം ചെയ്യുക, എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എങ്ങനെയാണ് ഒരാൾ ലെൻസ് ഉണ്ടാക്കുക? ആ ലെൻസ് ഉണ്ടാക്കാൻ ഒരു എന്താ പറയാ ഗ്ലാസിന്റെ അല്ലെ ഒരു ഭാഗം എങ്ങനെ ചെത്തണം, മറ്റേ ഭാഗം എങ്ങനെ ചെത്തിയെടുക്കണം, അങ്ങനെ രണ്ട് സൈഡിനും എത്ര റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കൊടുക്കേണ്ടത്, ഈ സൈഡിന് എത്ര ഈ സൈഡിന് എത്ര അല്ലെ, അതിന് അവർ എന്ത് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ലെൻസ്. ഇതിന്റെ ഒരു സൈഡ് അല്ലെ ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ ഉള്ള ഒരു സൈഡ് റിഫ്രാക്ഷൻ നടത്തുമ്പോൾ ഇവിടെ ഈ ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് നമ്മൾ നേരത്തെ ഐ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ? ആ സമയത്ത് ആ ഇമേജ് ഫോം ചെയ്തത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. അതിനനുസരിച്ച് നമ്മൾ ആ ഇമേജ് ഫോർമേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള യുവും വിയും തമ്മിലുള്ള ഇക്വേഷനും ഒബ്റ്റെയിൻ ചെയ്തിരുന്നു. എന്താണ് ഇക്വേഷൻ? n2 ബൈ വി, അതായത് ഈ സൈഡിന്റെ ഉള്ളിൽ n2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയം ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് ഇമേജ് അല്ലെ? അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വി. അപ്പൊ n2 ബൈ വി മൈനസ് n1 ബൈ യു ഇസ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആർ. ഇത് ഒരു സൈഡിന്റെ റിഫ്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ ആണ്. ഇനി ആ സൈഡിന് പുറമെ ഇപ്പുറത്ത് അല്ലെ വേറൊരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉള്ള ഒരു സൈഡ് കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ആർ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് R1 നോട്ട് ചെയ്യാം, ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്ത് വേറൊരു സർഫസ് വരികയാണ്, R2 എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ ഉള്ള ഒരു സർഫസ് കൂടെ വരികയാണ് അല്ലെ? അപ്പൊ ഇതെന്താ സംഭവിക്കുക? ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഈ ഒരൊറ്റ സർഫസ് ആണെങ്കിൽ ഇവിടെ ഇമേജ് ഫോം ചെയ്യും അല്ലെ? അതിനെ നമുക്ക് ഐ എന്ന് നേരത്തെ വിളിച്ചതെങ്കിൽ ഇപ്പൊ ഐ ഡാഷ് തൽക്കാലം വിളിക്കാം. അത് നമ്മുടെ ഫൈനൽ ഇമേജ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഐ ഡാഷ് വിളിച്ചത്. അവിടേക്കുള്ള ഡിസ്റ്റൻസിനെ നേരത്തെ വി എന്നാണ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് വി ഡാഷ് എന്ന് പറയാം
കാരണം എന്താ, ഇപ്പൊ അതിന് വേറൊരു ഇമേജ് കൂടെ ഫോം ചെയ്യുന്നുണ്ട്. നേരത്തെ വേറൊരു ഇമേജ് ഉണ്ടായിരുന്നില്ല, അതായിരുന്നു ഫൈനൽ ഇമേജ്. ഇപ്പൊ വേറൊരു സർഫസ് കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഫൈനൽ ഇമേജ് വേറെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഇമേജിനെ ഐ ഡാഷ് എന്ന് വിളിച്ചതുകൊണ്ട് അവിടേക്ക് ഒരു ഡിസ്റ്റൻസിനെ വി ഡാഷ് എന്ന് വിളിക്കാം, വി പ്രൈം എന്ന് വിളിക്കാം. അപ്പോ ഈ സൈഡ് കൂടെ വന്നപ്പോ ഇതിനെ ഒന്നും കൂടെ ബെൻഡ് ചെയ്ത് കുറച്ചും കൂടെ അടുത്ത് ഐ എന്നുള്ള ഇവിടെ ഇമേജ് ഫോം ചെയ്തു. അപ്പൊ ആ ഡിസ്റ്റൻസിനെ നമുക്ക് വി എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ്, ബൈ കോൺവെക്സ് ലെൻസ് ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ ഇവിടെയുള്ള ഇമേജ് ആക്കി മാറ്റുന്ന റേ ഡയഗ്രം. ഓക്കെ അല്ലെ? അപ്പൊ ഇത് ഗ്ലാസ് എന്നുള്ളൊരു മീഡിയം ആയിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 നെ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് പുറത്ത് അല്ലെ, ഗ്ലാസിന്റെ ലെൻസിന്റെ പുറത്തുള്ളത് എയർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പൊ അത് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്ക്, ഈ ഫേസിന് നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ ഫേസിന് മാത്രമായിട്ട് നമ്മുടെ ലെൻസിന്റെ ഇക്വേഷൻ, അതായത് ഒരു സൈഡ് ഇമേജ് ഫോം ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ നടത്തി ഇമേജ് ഫോം ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇതാ നോക്ക്, N2 ഈ സൈഡ് മാത്രം, N2 അവിടെ ഉണ്ടായ ഇമേജ് ഐ ഡാഷ് അല്ലെ, അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വി ഡാഷ്, N2 ബൈ വി ഡാഷ്, N2 ബൈക്ക് പകരം N2 ബൈ വി ഡാഷ് മൈനസ് N1 ബൈ യു, അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ കുഴപ്പമില്ല, മൈനസ് N1 ബൈ യു ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ബൈ ഈ സൈഡിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്. അപ്പൊ ബൈ R1, N2 മൈനസ് N1 ബൈ R1 അല്ലേ? നേരത്തെ R റേഡിയസ് ഓഫ് കർവേച്ചർ ഒരു സൈഡ് മാത്രമേ നമ്മൾ എടുത്തത്, അതുകൊണ്ടാണ് ഇവിടെ R വന്നത്. ഇവിടെ ഈ സൈഡിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ഉം ഇതിന്റെ R2 നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് തന്നെ കാണിക്കണം. അപ്പൊ ഇത് R1 കറക്റ്റ് അല്ലേ? ശ്രദ്ധിക്കേ, ഇതെന്താ സെക്കൻഡ് ഫേസ്. ഈ ഫേസ് ഇമേജ് ഒന്നും കൂടെ ഉണ്ടാക്കി തരുന്നുണ്ട്. അതായത് ഈ ഫേസ് ഉണ്ടാക്കിയ ഈ ഐ ഡാഷ് എന്ന് പറയുന്ന ഇമേജിനെ ഈ രണ്ടാമത്തെ ഫേസ് അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് അതിനൊരു ഫൈനൽ ഇമേജ് ഐ ആയിട്ട് ഫോം ചെയ്ത് എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് നോക്കാം, എവിടെയാണ് ഇപ്പൊ ഫൈനൽ ഇമേജ്? എയറിലാണ്. അപ്പൊ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 അല്ല N1 ആണ്. അപ്പൊ N1 ബൈ ഇമേജ് വി, അവിടേക്കുള്ള ഡിസ്റ്റൻസ് വി, N1 ബൈ വി അല്ലെ? ഇവിടെ ഇമേജ് ഉണ്ടായിരുന്നത് ഇതിന്റെ ഉള്ളിലായതുകൊണ്ടാണ് N2 ബൈ വി ഡാഷ് എടുത്തത്. ഗ്ലാസിന്റെ ഉള്ളിലാണ് അവിടുത്തെ ഫസ്റ്റ് ഫേസിന്റെ ഇമേജ് കിടക്കുന്നത്. കറക്റ്റ് അല്ലേ? രണ്ടാമത്തെ ഫേസ് ഉണ്ടാക്കുന്ന ഇമേജ് എയറിലാണ് കിടക്കുന്നത്, ഫൈനൽ ഇമേജ് പുറത്താണ് കിടക്കുന്നത് അല്ലെ? ഇത് ഇതിന്റെ ഉള്ളിലായതുകൊണ്ടാണ് ഞാൻ ഈ ഡോട്ടഡ് ഡയഗ്രാം അതിനായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഫേസ് ഉണ്ടാക്കുന്ന ഇമേജ് എയറിലായതുകൊണ്ട് N1 ബൈ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വി മൈനസ് ഇതിന്റെ ഒബ്ജക്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലാണ്, ഗ്ലാസിന്റെ ഉള്ളിൽ അല്ലെ? ഈ ഫേസ് ഉണ്ടാക്കിയ ഈ ഇമേജ് ആണ് രണ്ടാമത്തെ ഫേസിന്റെ ഒബ്ജക്ട്. അപ്പൊ അതിന്റെ മീഡിയം അല്ലെ, ഇതിന്റെ ഉള്ളല്ലേ N2 ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇതിന്റെയൊക്കെ ഡിസ്റ്റൻസ് വി ഡാഷ്. ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ഇവിടെയായിരുന്നു, അതാണ് N1 ബൈ യു എന്ന് വന്നത്. പക്ഷെ ഈ ഫേസിനെ സംബന്ധിച്ചിടത്തോളം, ഈ സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉള്ളിലാണ് ഒബ്ജക്ട് കിടക്കുന്നത്. അപ്പൊ N2 ബൈ അല്ലെ, ഇതാണ് അതിന്റെ ഒബ്ജക്ട്. അപ്പൊ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വി ഡാഷ്, N2 ബൈ വി ഡാഷ് ഈസ് ഈക്വൽ ടു, ഇവിടെ N2 മൈനസ് N1 വരാൻ കാരണം എന്താ? ഇവിടെ ആയിരുന്നു ഇമേജ്, ഇവിടെ ഇമേജ് ഇവിടെ ആയതുകൊണ്ട് N1 മൈനസ് N2 അല്ലെ, N1 മൈനസ് N2 എടുക്കണം. അപ്പൊ N1 മൈനസ് N2 ബൈ ഈ സൈഡിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ മൈനസ് പുറത്തേക്ക് എടുത്താൽ മൈനസ് ഓഫ് N2 മൈനസ് N1 ബൈ R2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെ ആക്കാം അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ എയും ഇക്വേഷൻ ബിയും. എന്താ ഇക്വേഷൻ എ? N2 അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് ഫസ്റ്റ് ഫേസിന്റെ ഐ ഡാഷ്, അപ്പൊ N2 ബൈ വി ഡാഷ് മൈനസ് N1 ബൈ യു ഈക്വൽ ടു N2 മൈനസ് N1 ബൈ R1. ഇനി രണ്ടാമത്തെ ഫേസിന്റെ ഇതേമാതിരിയുള്ള ഇക്വേഷൻ, അതിന്റെ ഇമേജ് ഇവിടെ അല്ലെ, ഇതാണ് ഫൈനൽ ഇമേജ്. N1 ബൈ വി, എന്റെ ഒബ്ജക്ട് ഇതാണ്, അപ്പോ അത് ഇതിന്റെ ഉള്ളിലാണ്, മൈനസ് N2 ബൈ അതിലേക്കുള്ള ഡിസ്റ്റൻസ് വി ഡാഷ് ഈക്വൽ ടു N1 മൈനസ് N2 ബൈ R2 അല്ലെങ്കിൽ മൈനസ് ഓഫ് N2 മൈനസ് N1 ബൈ R2. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് കൂട്ടാം. ഈ രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? ഇക്വേഷൻ എ പ്ലസ് ഇക്വേഷൻ ബി. നോക്ക്, N2 ബൈ വി ഡാഷ് മൈനസ് N1 ബൈ യു പ്ലസ് N1 ബൈ വി മൈനസ് N2 ബൈ വി ഡാഷ് വെട്ടിപ്പോയി ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ബൈ R1 പ്ലസ് ആണ് വരേണ്ടത്, ആഡ് ചെയ്യല്ലേ? പക്ഷെ ഇവിടെ ഒരു മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് മൈനസ് ഓഫ് N2 മൈനസ് N1 ബൈ R2. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇതിൽ രണ്ടിലും N2 മൈനസ് N1 ഉണ്ട്, ഇവിടെ N1 ഉണ്ട്. ഈ N2 ടേംസ് കട്ടായി പോയി.
ഇതിൽ നമുക്ക് ഈ കണ്ടീഷൻ കൊടുത്തു നോക്കാം. ലൈറ്റ് എയറിൽ നിന്ന് വരുന്നു, ഗ്ലാസ്സിലേക്ക് കയറുന്നു, പുറത്ത് എയറിൽ ഇമേജ് ഉണ്ടാവുന്നു. അപ്പൊ n1 1 കൊടുക്കുക, n2 n കൊടുക്കുക. അപ്പൊ ഈ n1 1 ആവും. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക? ആദ്യം പോസിറ്റീവ് എഴുതാം. 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു അല്ലേ? ഇതെന്താ n2 മൈനസ് n1 രണ്ടുപേരിലും കോമൺ ആണ്. n2 n കൊടുക്കാം, n1 1 കൊടുക്കാം. അപ്പൊ n മൈനസ് 1 കോമൺ ആയി പുറത്തേക്ക് എടുത്തു ഇൻറ്റു 1/r1 മൈനസ് 1/r2. കറക്റ്റ് അല്ലേ? അപ്പൊ അവിടെ നോക്ക്, ഈ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ് അല്ലേ? ഈ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്. ആ ഇക്വേഷൻ 2 നമ്മുടെ ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരുന്നുവെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? കറക്റ്റ് ഫോക്കസിലായിരിക്കും അല്ലേ? അപ്പൊ ഈ ഇക്വേഷനിൽ നോക്ക്, യുന് പകരം എഫ് എന്ന് കൊടുക്കുക, വിക്ക് പകരം ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. 1/∞ 0 ആണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വിക്ക് പകരം എഫ് കൊടുത്തതുകൊണ്ട് 1/f. 1/f എന്ന് പറയുന്നത് ഈ ലെൻസിന്റെ പവറാണ് അല്ലേ? നമ്മുടെ ലെൻസിനൊക്കെ പവർ ഉണ്ടാവില്ലേ? എത്ര പവറാണ് നമ്മുടെ ലെൻസിന് വേണ്ടതെന്നുള്ള ലെൻസ് മേക്കേഴ്സിന് അറിയണം. എന്നാലേ ലെൻസ് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ 1/f is equal to power of the lens is equal to n minus 1 into 1/r1 minus 1/r2 അല്ലേ? അപ്പൊ ലെൻസിന്റെ പവർ കണ്ട് അതിന്റെ രണ്ട് സൈഡും എത്ര റേഡിയസ് ഓഫ് കർവേച്ചറിൽ കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്താലേ നമുക്ക് ഉദ്ദേശിച്ച പവറുള്ള ലെൻസ് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ലെൻസ് മേക്കേഴ്സ് ഈ ഫോർമുലയാണ് യൂസ് ചെയ്യാൻ ലെൻസ് മേക്ക് ചെയ്യാൻ. സോ ദിസ് ഈസ് ദ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. പവർ ഓഫ് ദ ലെൻസ് ഇസ് ഈക്വൽ ടു n minus 1 into 1/r1 minus 1/r2. ഇനി ചെറിയൊരു കാര്യം കൂടെ പറയാം, പോകണ്ട. എന്താന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 2ന്റെയും ഇക്വേഷൻ 3ന്റെയും LHS കമ്പയർ ചെയ്യാം. 1/v minus 1/u is equal to 1/f. ഇത് ലെൻസിന്റെ ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഇക്വേഷൻ ആണ് അല്ലേ? ലെൻസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറഞ്ഞു, ലെൻസ് ഇക്വേഷൻ പറഞ്ഞു. ഓക്കെ, ബൈ.